ഹേ സിനിമയിൽ നമുക്കൊരു മൂവി റിവ്യൂ ആയിട്ട് വരാം. ഇത് OTT-യിലേക്ക് ഇറങ്ങി തിയേറ്ററിലൊക്കെ ഓടി കഴിഞ്ഞ സിനിമയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എനിക്ക് സിനിമയുടെ റിവ്യൂ പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. പൊതുവെ ഇപ്പം നമ്മുടെ മോഹിനിയാട്ടം ഒക്കെ കണ്ടിട്ട് ഞാൻ ചാനൽ റിവ്യൂ ഇട്ടില്ലെന്ന് തോന്നുന്നു. അത് ഇത്തിരി സമയം കുറവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോഹിനിയാട്ടം എല്ലാവരും പോയി കാണാൻ നല്ല കിട്ടുന്ന സിനിമ തന്നെയാണ്. എന്നാലും നമുക്ക് ദുരൂഹ സാഹചര്യത്തിനെ പറ്റി സംസാരിക്കാം. തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ അന്ന് മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു, നമ്മുടെ പള്ളിച്ചട്ടമ്പി. കാരണം പൃഥ്വിരാജ് എന്നൊരു ഒറ്റ പേരുള്ളതുകൊണ്ട് മാത്രം പോയി കണ്ട സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ടേനെ. കാരണം എനിക്ക് ഈ ജോണറില്ലാത്ത സിനിമ, അല്ലെങ്കിൽ ഒരു നിഗൂഢത ഒക്കെ ഒളിപ്പിച്ചൊരു സിനിമ, ഇപ്പോൾ ചുരുളിയായ പോലും അങ്ങനത്തെ ഇപ്പോൾ പ്രാവൻകൂടി ഷാപ്പ് അങ്ങനത്തെ എന്തോ, അതായത് നമുക്ക് മനസ്സിലാവില്ല, എന്തൊരു ത്രില്ല് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നിയ എനിക്ക് ആ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതുപോലെ ഞാൻ കാണാൻ വെച്ചിരുന്ന സിനിമയാണ്, പക്ഷെ പള്ളിച്ചട്ടമ്പി ഉള്ളതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അതിൻ്റെ നിരാശ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ. എന്തായാലും നമുക്ക് അതിൻ്റെ റിവ്യൂലേക്ക് തന്നെ കിടക്കാം. ഈ സിനിമ റിവ്യൂ ചെയ്യണം എന്നെനിക്ക് തോന്നിയത് ഒറ്റൊരു പേരുള്ളൂ, ഇതിൻ്റെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. സ്ക്രീൻ പ്ലേക്ക് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് തിയേറ്ററിൽ എന്തുകൊണ്ട് ഫ്ലോപ്പായി. അന്നൊക്കെ നെഗറ്റീവ് റിവ്യൂസ് വന്നായിരുന്നു, പക്ഷെ അത്രയും നെഗറ്റീവ് എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഹാഫ് കിഡിലം ഫസ്റ്റ് ഹാഫാണ്. എന്തുകൊണ്ട് കിഡിലം ഭയങ്കര റിപ്പീറ്റ് വാല്യുള്ള ഫസ്റ്റ് ഹാഫ്. നല്ല കിഡിലം കോമഡീസ് ഉണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സിനിമയിൽ കോമഡീസ് ഒക്കെ ഉണ്ടാവുന്ന. സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ നൈസായിരുന്നു. ചിദംബരം, നമ്മുടെ പേര് പറഞ്ഞുപോയി, നമ്മുടെ കുഞ്ചാക്കോപ്പൻ, പിന്നെ ദിലീഷ് പോത്തൻ. അപ്പം ഇവർ 3 പേരായിട്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ അമ്പാനുണ്ട്, പുള്ളിയുടെ പേരും ഇപ്പോഴും മറന്നു. സജീവ് ഗോപു ഉണ്ട്. 4 പേര് നല്ല കിടിലായിട്ടുണ്ട്. സജീവ് ഗോപുയുടെ കോമഡി സംഭവങ്ങളൊക്കെ നൈസായിരുന്നു. എടുത്തു പറയേണ്ട ഒരൊറ്റൊരു പേരുള്ളൂ, നമ്മുടെ കുഞ്ചാക്കോ ഗോപൻ, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫോമിൽ എടുക്കുന്ന കുബോ. അപ്പോൾ കുഞ്ചാക്കോപ്പൻ തന്നെ വിളിക്കണതാണ് ഇത്തിരി കൂടെ ബഹുമതി എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു അതായത് ഈ സിനിമയിൽ ഒരാൾ മാർക്കോസ് എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും മരിച്ചു, പക്ഷെ പുള്ളി നമ്മുടെ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് അവസ്ഥ തെറ്റിയൊരു നിലയിലുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്താൻ ഈ ഒരു മാർക്കോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് കിടിലമാണ്. ആ സീൻ കാണാൻ വേണ്ടി മാത്രം ഈ മൂവി എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാം. അത്രയ്ക്ക് കിടില ഒരു ട്രാൻസ്ഫോർമേഷനാണ് ചാക്കോച്ചൻ ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്നതും. കിടിലനാണ് ആ സീൻ. ഞാൻ എത്ര കണ്ടാലും മടുപ്പില്ല, ഞാൻ എപ്പോഴും ഇരുന്ന് കാണും. അത്രയ്ക്ക് കിടിലനാണ് പല സീനിൽ. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് അടുക്കുമ്പോഴും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ചാക്കോച്ചൻ്റെ ക്യാരക്ടറായിട്ടുള്ള പേര് ശരിക്കും മറന്നുപോയി, അവരുടെ മധു സേതു എന്ന കഥാപാത്രമാണ് ചാക്കോച്ചൻ ചെയ്യുന്നത്. ആ കഥാപാത്രവും കിടലായിട്ട് തന്നെ ഉണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ഒരു പാവത്താനായിരുന്ന ഒരു ക്യാരക്ടർ, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതൊന്നും ആൾക്കാർ അത്ര എടുത്തൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. പിന്നെ ദിലീഷ് പോത്തൻ, സെക്കൻഡ് എടുത്ത് പറയുന്നത് ദിലീഷ് പോത്തനാണ്. അദ്ദേഹം ആ ഒരു കിടപ്പ് രോഗി എന്ന രീതിയിലാണ് അദ്ദേഹം ആ കിടന്ന് തന്നെ അഭിനയിച്ചു എന്ന് പറയാം. കിടിലൻ ആക്ടിങ് തന്നെയായിരുന്നു. പിന്നെ വന്നുപോയ കാരണം ചിദംബരായ പോലും നമ്മുടെ സജിൻ ഗോപു പോലും നൈസ് തന്നെയായിരുന്നു. സജിൻ ഗോപു എന്താ ഒരു നിഗൂഢ ഒരു മാവോയിസ്റ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു കഥ പോണത്. കഥയുടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ക്രീൻ സ്റ്റോറിയൊക്കെ ഇത്തിരി വീക്കാണെങ്കിൽ പോലും ഒരു മാവോയിസ്റ്റ് അങ്ങനെയൊക്കെ പോകണു, അങ്ങനത്തെ ഒരു ഒരു ഹൈ റേഞ്ചിലൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു കഥ തന്നെയാണ്. കഥയ്ക്ക് വില്ലാത്ത മേ ബി അതുകൊണ്ടൊക്കെ ആവാം നമുക്കൊരു നെഗറ്റീവ് റിവ്യൂ വന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഈ സംഭവമൊക്കെ ഇത്ര പറഞ്ഞു വെച്ചെങ്കിൽ പോലും സിനിമ എൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ആ ക്യാരക്ടറിൻ്റെ കുറച്ച് റിവെഞ്ച് സംഭവങ്ങളൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ നിർത്തി. ഒരു വയലൻസ് മൂഡിലാണ് നിർത്തി കളഞ്ഞത്. സോ വേറെ എന്തെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം സെക്കൻഡ് ഹാഫ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് തോന്നിയത്. നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീരാം ഉള്ള രീതിയിലൊക്കെ ഉള്ളൂ. വേറെ ഒരു മനോഹരമായിട്ടൊന്നും എൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് ഇത്തിരി കൂടെ നന്നായാലാണല്ലോ സിനിമക്ക് മൊത്തത്തിൽ നന്നായി. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒന്ന് വീക്കായാലും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് നന്നായി. നമുക്ക് ആ സിനിമയെ പറ്റി നല്ലത് പറയാം. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റായി പോയത്. ഫസ്റ്റ് ഹാഫ് വൻ കയറ്റം തന്നെയാണ്, കിടിലനാണ്. എന്തായാലും നിങ്ങൾ പോയി കാണണം. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് വൈകി പോയി റിവ്യൂ ഒക്കെ ചെയ്യാം. എനിക്ക് ചാക്കോച്ചൻ്റെ പെർഫോമൻസ് മാത്രം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ റിവ്യൂ എടുത്തത്. എനിക്കത് പറയാണ്ടിരിക്കുമ്പോൾ എന്താ പോലെ. പൊതുവെ ഞാൻ OTT-യിലുള്ള സിനിമ കുറച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഞാൻ പൊതുവെ റിവ്യൂ എടുക്കാറ്. അല്ലെങ്കിൽ ഞാൻ OTT വന്ന ചിത്രം അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മുടെ ദൃശ്യം 3യുടെ റിവ്യൂ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഓൾറെഡി എന്തായാലും വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാത്തവരെ എന്തായാലും പോയി കാണാം. ചാക്കോച്ചൻ്റെ കിടില അഭിനയവും പിന്നെ നമ്മുടെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാണല്ലോ, അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളായ നമ്മുടെ കുഞ്ചാക്കോവൻ അഭിനയിച്ച എന്നാ താൻ കേസോട്, അതൊരു കോമഡി കിടിലൻ ഒരു വ്യത്യസ്ത വേഷം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു വേറിട്ട വേഷം തന്നെയാണ് ഇത്. പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതുപോലത്തെ ചിത്രങ്ങളൊക്കെ ഭയങ്കര രസം തന്നെയാണ്. ഞാൻ പുള്ളിയുടെ ഒരു ഡയറക്ഷൻ ഫാൻ തന്നെയാണ്. പക്ഷേ
സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ചെറിയൊരു ഇത് പറ്റിപ്പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് രേഖപ്പെടുത്താം. എന്തായാലും എനിക്ക് ചാക്കോച്ചൻ്റെ അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കിടിലൻ അണ്ടർ റേറ്റഡ് ആക്ടർ എന്ന് തന്നെ പറയാൻ പറ്റൂ. നമ്മുടെ മോളിവുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഇതുപോലത്തെ അണ്ടർ റേറ്റഡ്, ഇപ്പോൾ ടോവിനായ പോലും ചാക്കോച്ചൻ അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന പോലും അധികം ആൾക്കാർ പറയാത്തൊരു നടൻ. അതായത് അവരുടെ അഭിനയം നമ്മുടെ ഇപ്പോൾ ലാലേട്ടനെ പറ്റി പറയണ പോലെ ഒന്നും അവരെ പറ്റി നമ്മളങ്ങനെ പറയുന്നില്ലല്ലോ. അതാണ് ഇത്ര അണ്ടർ റേറ്റഡ് ആണെന്ന് പറഞ്ഞത്. ഇഷ്ടം പോലെ നടന്മാരുണ്ട്. ഇപ്പോൾ ദിലീഷ് പോത്തനായ പോലും എല്ലാവരും കുറച്ച് അണ്ടർ റേറ്റഡ് തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ മാത്രം കാണുള്ളൂ ഇത്ര അണ്ടർ റേറ്റഡ് കുറേ നടന്മാർ, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് അഭിനയിക്കണ ഒരു കൂട്ടം നടന്മാർ നമ്മുടെ മോളിവുഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സിനിമയെ പറ്റി ഇത്ര പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും പോയി കാണാം, കാണാത്തവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടുത്ത റിവ്യൂ ആയിട്ട് കാണാം.